ദേവമലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 3-ാം ക്ലാസ്സിലെ 1-ാമത്തെ യൂണിറ്റിലെ താളവും മേളവും എന്ന പാഠത്തിലെ കാനനോത്സവം എന്ന ഭാഗമാണ്. താളവും മേളവും. താളവും ഈണവും നിറഞ്ഞ ഭാഷയാണ് നമ്മുടെ മലയാളം. കഥയിലും കടങ്കഥയിലും നിറഞ്ഞു നിൽക്കുന്ന താളവും ഈണവും നമ്മൾ കണ്ടല്ലോ. കഥയ്ക്കും കടങ്കഥയ്ക്കും മാത്രമാണോ ഭംഗിയുള്ളത്? ഒരു ഉത്സവ വിവരണം വായിക്കൂ. കാനനോത്സവം. കൊയ്ത്ത് കഴിഞ്ഞ വയൽ. അവിടമാകെ നക്ഷത്രത്തരി പോലെ നെന്മണികൾ കൊഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. അത് കൊത്തിപ്പെറുക്കി വയറു നിറച്ച് തിരികെ പോരുന്നതിന് മുമ്പ് നാട്ടിലൊക്കെ ഒന്ന് ചുറ്റിത്തിരിയണം. അത് കുഞ്ഞരിപ്രാവിൻ്റെ പതിവാണ്. അങ്ങനെ ചുറ്റിത്തിരിയുമ്പോഴാണ് അവൾ കാടരിക് LP സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെൻറ്റ് കേട്ടത്. അവൾ അവിടേക്ക് പറന്നെത്തി. ഭക്ഷണപ്പുരയോട് ചേർന്നുള്ള മുത്തശ്ശിപ്ലാവിൻ്റെ കൊമ്പിൽ ചെന്നിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ സ്കൂൾ മുഴുവൻ കാണാം. ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്റ്റേജിൽ നിന്നാണ് അനൗൺസ്മെൻറ്റ്. കുട്ടികൾ തിങ്ങിനിറഞ്ഞ ഗ്രൗണ്ട്, പൂത്ത താഴ്വര പോലെ. അവിടെയാണ് കലോത്സവം. സ്റ്റേജിൽ ലളിതഗാന മത്സരമാണ് നടക്കുന്നത്. ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികൾ ഒന്നാകെ കൈയടിക്കുന്നു, സന്തോഷസൂചകമായി ആർപ്പ് വിളിക്കുന്നു. പാട്ടിന് ശേഷം മോണോ ആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിരക്കളി, അങ്ങനെ പലതരം പരിപാടികൾ അരങ്ങേറി. കുട്ടികൾ ആകെ ഉല്ലാസത്തിലാണ്. കുഞ്ഞരിപ്രാവ് ആ പരിപാടികളെല്ലാം കണ്ടു രസിച്ചു. കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും സായാഹ്ന സഭയുടെ സമയമായിരുന്നു. കാട്ടുചോലയുടെ വക്കത്തുള്ള വിശാലമായ കറുകപ്പുൽ മൈതാനത്തിലാണ് സകല കാട്ടുജീവികളും പങ്കെടുക്കുന്ന സഭ ചേരുക. കാട്ടുരാജാവായ സൂചിക്കൊമ്പൻ്റെ കൽപ്പനയനുസരിച്ച് സകലരും കൃത്യസമയത്തെത്തും. കാട്ടുപ്രതിജ്ഞയും വാർത്ത പറയലും രാജന്റെ വിളംബരവും കഴിഞ്ഞാൽ പ്രജകൾക്കുള്ള അഭിപ്രായ പ്രകടനത്തിന്റെ സമയമാണ്. അപ്പോൾ കുഞ്ഞരിപ്രാവ് പതിയെ പറഞ്ഞു, നമ്മുടെ കാട്ടിലും കലോത്സവം നടത്തണം മഹാരാജൻ. അതൊക്കെ വേണോ കുഞ്ഞിപ്പെണ്ണേ? രാജാവ് നെറ്റി ചുളിച്ചു. ശരിയാ, അതൊക്കെ വലിയ പൊല്ലാപ്പാണ് മഹാരാജൻ. മുയലച്ചൻ തൊഴുകയ്യോടെ പറഞ്ഞു. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. ഇവൾ ഓരോന്നിങ്ങനെ കൊണ്ടുവരും, മനുഷ്യരുടെ ഓരോരോ കോമാളിത്തരങ്ങൾ. കരടിക്കുട്ടൻ തറപ്പിച്ചു പറഞ്ഞു. സൈലൻസ് സൈലൻസ്. അല്ല കുഞ്ഞരിപ്രാവേ, എന്താണ് ഈ കലോത്സവം? നീയൊന്നു പറ. മഹാരാജാവ് കൽപ്പിച്ചു. താൻ കണ്ട കലോത്സവത്തെപ്പറ്റി കുഞ്ഞരിപ്രാവ് വിശദമായി പറഞ്ഞു. നമ്മുടെ കാട്ടിലെല്ലാവരും കലാവാസനയുള്ളവരാണ്. അവരെല്ലാം ചേർന്നുള്ള കലോത്സവം വേണം രാജൻ, മന്ത്രി മയിലമ്മ വ്യക്തമാക്കി. പ്രജകളുടെ ഒത്തൊരുമയ്ക്കും സന്തോഷത്തിനും അത്തരം പരിപാടികൾ നല്ലതാണ്. കുയിലമ്മ മന്ത്രിയെ പിന്താങ്ങി. കാട്ടുകായികോത്സവം പോലെ ഇതും നമുക്ക് നടത്താവുന്നതാണ്, സുന്ദരിക്കാക്ക പറഞ്ഞു. കലാമേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം? കുഞ്ഞിക്കുറുക്കൻ തിരക്ക് കൂട്ടി. പാട്ട്, നൃത്തം, കൂവൽ, കുറുകൽ, ഓരിയിടൽ, ഫാഷൻ ഷോ, ഡിസ്കോ, മിമിക്രി. നിർദ്ദേശങ്ങളുടെ നീണ്ട നിര തന്നെ ഉണ്ടായി. എന്നാണ് കാനനോത്സവം നടത്തേണ്ടത്? രാജാവും ഉത്സാഹത്തിലായി. എന്തിനാ വൈകിക്കുന്നത് മഹാരാജൻ? വരുന്ന സംഗീത ദിനത്തിലാവട്ടെ, കരുത്തൻ പരുന്തു നിർദ്ദേശിച്ചു. കുഞ്ഞിക്കുരുവി കലാമേളയുടെ അധ്യക്ഷത വഹിക്കും. ചിന്നക്കുയിൽ കൺവീനറും. മന്ത്രി മയിലമ്മ ചുമതലകൾ പ്രഖ്യാപിച്ചു. ആർക്കും മത്സരിക്കാം, പ്രായപരിധിയില്ല. പങ്കെടുക്കുന്നവർ നാളത്തെ സായാഹ്ന സഭയിൽ പേര് തരണം. കുഞ്ഞിക്കുരുവി ഗൗരവത്തിൽ പറഞ്ഞു. ദാന്നു പറഞ്ഞതുപോലെ കാനനോത്സവ ദിനമായി. കാടിൻ്റെ നാനാഭാഗത്തു നിന്നും കാട്ടുജീവികൾ ഓടിക്കൂടി. കറുകപ്പുൽ മൈതാനം കാണികളെ കൊണ്ട് നിറഞ്ഞു. സ്റ്റേജിൽ ആദ്യം നടക്കുന്ന ഫാഷൻ ഷോയ്ക്ക് പുള്ളിപ്പുലി പേര് വിളിക്കാൻ തുടങ്ങി. തുടർന്ന് കുയിലിൻ്റെ നേതൃത്വത്തിൽ പാട്ട് മത്സരമാണെന്ന് അറിയിപ്പുണ്ടായി. നൃത്യങ്ങളിൽ പങ്കെടുക്കുന്നവർ കരുത്തൻ പരുന്തിൻ്റെ അടുത്ത് ചെന്ന് ഉടനെ നറുക്കെടുക്കണമെന്ന് മൂന്നാമതും അനൗൺസ്മെൻറ്റ് കേട്ടു. മത്സരത്തിൽ ജയിച്ചവരും തോറ്റവരും കൈയടിച്ചാർപ്പ് വിളിച്ചു. രാജാവെന്ന നിലവിട്ട് ഓരോ മത്സരത്തിലും സൂചിക്കൊമ്പൻ ഒരു കൈ നോക്കി. ഫാഷൻ ഷോയിലും അമറൽ മത്സരത്തിലും മാത്രമേ ജയിക്കാനായുള്ളൂ. കാനനോത്സവം സംഘടിപ്പിക്കാൻ ഐഡിയ തന്നതിന് സൂചിക്കൊമ്പൻ കുഞ്ഞരിപ്രാവിനെ തളിരിലമാല അണിയിച്ചുകൊണ്ട് ആദരിച്ചു. എല്ലാ കൊല്ലവും കാനനോത്സവം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂട്ടുകാരെല്ലാം ആർത്തുല്ലസിച്ചാണ് കൂട്ടിലേക്ക് പോയത്. പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ഇതിലെ ഏതെല്ലാം പരിപാടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? പാട്ട്, നൃത്തം, മോണോ ആക്ട്, മിമിക്രി, ഒപ്പന, തിരുവാതിരക്കളി, ഫാഷൻ ഷോ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? സ്കൂൾ കലോത്സവത്തെക്കുറിച്ച് കുഞ്ഞരിപ്രാവ് നടത്തിയ വിവരണം എഴുതാമോ? കാടരിക് LP സ്കൂളിലെ കലോത്സവം എനിക്ക് കാണാൻ കഴിഞ്ഞു. സ്റ്റേജിൽ ആദ്യം ലളിതഗാന മത്സരമാണ് നടന്നത്.
ഓരോ പാട്ട് കഴിഞ്ഞപ്പോഴും കുട്ടികൾ സന്തോഷസൂചകമായി കൈയടിക്കുകയും ആർപ്പ് വിളിക്കുകയും ചെയ്തു. മോണോ ആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിരക്കളി എന്നിവ ഉണ്ടായിരുന്നു. കുട്ടികളെപ്പോലെ ഞാനും എല്ലാ പരിപാടികളും കണ്ടു രസിച്ചു. കാട്ടിലെ കൂട്ടുകാർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും പുതിയ ഇനങ്ങൾ നിർദ്ദേശിക്കാമോ? ചിന്നംവിളി മത്സരം, ഓരിയിടൽ മത്സരം, കുറുകൽ മത്സരം. പാഠഭാഗത്ത് ചില മത്സര ഇനങ്ങളുടെ പേരുണ്ട്. മറ്റു ചില മത്സര ഇനങ്ങൾ നാം കണ്ടെത്തി. ഇവയെല്ലാം അക്ഷരമാലാക്രമത്തിൽ എഴുതി വയ്ക്കൂ. ഓരോ ഇനത്തിലും പങ്കെടുക്കേണ്ട ജീവികൾ ഏതെല്ലാമെന്ന് കൂടി അതോടൊപ്പം എഴുതൂ. പാഠഭാഗത്തെ മത്സര ഇനങ്ങളും നമ്മൾ കൂട്ടിച്ചേർത്ത മത്സര ഇനങ്ങളും അക്ഷരമാലാക്രമത്തിലാക്കുക. ഓരോ ഇനത്തിലും പങ്കെടുക്കേണ്ട ജീവികൾ ഏതെല്ലാമെന്ന് ചില ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ എഴുതി ചേർക്കുക. അടുത്ത പ്രവർത്തനം നോക്കാം. കാട്ടുകലോത്സവത്തിലെ മറ്റേതെങ്കിലും ഒരു മത്സര ഇനത്തിനുള്ള നിയമാവലി തയ്യാറാക്കാമോ? നമുക്കൊരു വാലാട്ടൽ മത്സരം നടത്തിയാലോ? നിയമങ്ങൾ: എല്ലാ പ്രായത്തിലുള്ളവർക്കും മത്സരിക്കാം. സമയം 15 മിനിറ്റ്. വാലാട്ടലിൻ്റെ ശൈലി, വേഗത എന്നിവ വിലയിരുത്തും. 1, 2, 3 എന്നീ സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും. വിധികർത്താക്കളുടെ തീരുമാനം അന്തിമമായിരിക്കും. അടുത്ത പ്രവർത്തനം നോക്കാം. കാട്ടിൽ ഒരു കായികമേള നടത്തുന്നു. അതിൽ എന്തെല്ലാം ഇനങ്ങളുണ്ടാവും? എഴുതൂ. ഓട്ടമത്സരം, ചാട്ടമത്സരം, ഇഴയൽ മത്സരം, നടത്ത മത്സരം, പറക്കൽ മത്സരം, മരക്കൊമ്പിൽ നിന്ന് ചാട്ടം മത്സരം.